അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് മുഖം വെച്ചിരുന്നെങ്കിൽ, ഒന്ന് മനസ്സ് താഴ്ത്തിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ അള്ളാന്റെ റസൂലിനുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാവൂലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് കോടീശ്വരനായിട്ടും മരിക്കാൻ നേരത്ത് പട്ടിണി കിടക്കുന്ന ഈ സഹാബത്തിനൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാ ഒരിക്കൽ പൂർണ്ണ ഗർഭിണിയായ ഫാത്തിമ ബീവി റസൂലുള്ളാന്റെ അരികിൽ വന്ന് ചോദിച്ചു, റസൂലേ, പാപ്പാ ഗർഭപൂതിയാണോ എന്നറിയൂല. ഫാത്തിമ ബീവി ചോദിച്ചു, പാപ്പേ ഒരു കാരക്കിന് കെടുത്തിരി ബൈത്തുൽ മാലിന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, അതെന്റെ വാപ്പന്റെ മുതലല്ല, അത് ബൈത്തുൽ മാലാ മോളെ, അത് ബൈത്തുൽ മാലാ. ഇന്ന് എല്ലാ രംഗത്തും അങ്ങനെയാ. യതീം മക്കളെ സമ്പത്ത് മോഷ്ടിക്കുന്നവരില്ലേ? അനന്തര സ്വത്തിൽ കള്ളത്തരം കാണിക്കുന്നവരില്ലേ? മരിച്ചോയ മക്കളുടെ ഏട്ടന്റെ അനിയന്റെ സ്വത്തുക്കൾ ഇല്ലാത്ത പ്രമാണങ്ങൾ ഉണ്ടാക്കി വിരലടയാളം മാനെ കൊണ്ട് അബോധാവസ്ഥയിൽ ചെയ്യിച്ചവരില്ലേ? ഏട്ടന് കിട്ടേണ്ട സ്വത്തുക്കൾ തട്ടിയെടുത്തവരില്ലേ? അനിയനെയും പെങ്ങളെയും ചതിച്ചവരില്ലേ? കണ്ണായ റോഡിന്റെ വക്കില് ആൾക്കാരെ സ്വാധീനിച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് അവനാന്റെ പരിധിയിൽ എഴുതി വെച്ചവരില്ലേ? അതിരിട്ട് കല്ല് കെട്ടുമ്പം അടിഭാഗത്ത് നിന്ന് പുറത്തേക്ക് അല്പം തള്ളിച്ചു കെട്ടി ഒരു സെന്റെങ്കിലും വേണ്ട, ഒരു തരി മണ്ണെങ്കിലും അവനാന്റേതാക്കിയവരില്ലേ? ഇതൊക്കെ ആൾക്കാർ പറയുന്നു.